ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു 2-3 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. കറക്റ്റായിട്ട് ഏത് ദിവസമാണെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ചോറിൻ്റെയൊക്കെ, അന്നെടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ രാവിലെ തന്നെ ചേച്ചി പോയിട്ട് നമുക്ക് സാധനങ്ങൾ മലക്കറിയൊക്കെ ഇല്ലായിരുന്നു, അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മോള് പോയി. മോൾക്ക് ചോറും മുട്ട വറുത്തതും മോരും കൊടുത്തു വിട്ട്. പിന്നീട് അവൾ പോയി കഴിഞ്ഞാൽ മീനൊക്കെ മേടിച്ച് കറിയൊക്കെ വെച്ചത്. അപ്പോൾ അതെൻ്റെ തോരൻ വെക്കാനുള്ളത് നമ്മൾ കിറ്റ് വാങ്ങാറില്ല, വെട്ടുമലക്കറി വാങ്ങത്തില്ല. ഇപ്പം ഇരുന്നിരുന്നത് എടുത്ത് കളയുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാതെ സവാളയും കിഴങ്ങും സെപ്പറേറ്റ് വാങ്ങിയിട്ട് പിന്നെ തോരൻ വെക്കാനുള്ള ഐറ്റംസാണ് വാങ്ങുന്നത്. പിന്നീട് അതെല്ലാം ഓരോരോ കവറിലാക്കിയിട്ട് ഞാനിങ്ങനെ കീറിയിട്ട് വെക്കും കവർ, അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുമ്പം നമ്മളെ പച്ചക്കറി അഴുകും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കവറിലാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ജോലി അങ്ങ് ഒതുങ്ങും. അവിടെ ഇട്ടിരുന്നാൽ പിന്നീട് അത് അവിടെ ഇരുന്ന് അതിൻ്റെ ഇതും പോവും, വല്ലാണ്ടാവും, പിന്നെ നമുക്ക് മടിയുമാവും. പിന്നെ ഇതുപോലെ ഞാൻ പാത്രത്തിൽ മല്ലിയിലയും കറിവേപ്പിലയും കഴുകത്തില്ല, എടുക്കുമ്പോൾ കഴുകി എടുക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അത് അഴുകിപ്പോവും. അപ്പോൾ ഞാൻ അങ്ങനെ കെട്ടി വെക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് കവറിലും കെട്ടി വെക്കാറുണ്ട്. ഞാൻ പാത്രത്തിലാക്കി ഇങ്ങനെ ഇരിഞ്ഞു വെക്കും, നമുക്ക് എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഒരു കുച്ചുമുറമുണ്ട്, അതിനകത്താണ് ഞാൻ കിഴങ്ങും സവാളയൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ മീനും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, ഇതായിരുന്നു മീൻ. പിന്നെ ഞാൻ തലേന്തേക്ക് പിന്നെ ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടായിരുന്നു രാവിലത്തെ കാപ്പിക്ക്. പിന്നെ രാവിലെ മോള് പോയപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ ഇതെല്ലാം ഒന്ന് അടുക്കി സെറ്റാക്കി വെച്ചാൽ അതും, കാരണം മീൻ കണ്ടിക്കുമ്പം ഞാൻ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കി പറക്കി വെച്ചിട്ടാണ് മീൻ കണ്ടിച്ച് വൃത്തിയാക്കുന്നത്. പിന്നീടുള്ള നനഞ്ഞ പാത്രങ്ങൾ കഴുകി അതിലോട്ട് വെക്കാമല്ലോ. അപ്പോഴത്തേക്കും ഒരുവിധം വെള്ളം വാർന്ന് ഇറങ്ങും മോള് പോയി കഴിയുമ്പോഴത്തേക്കുള്ള പാത്രങ്ങൾ കഴുകി വെച്ചിരുന്ന. പിന്നെ ഞാൻ മീൻ കറിക്കുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കി വെച്ച്, ഇത് ഭയങ്കര പാടായിരുന്നു. അരമുള്ള മീനായതുകൊണ്ട് അത് ഭയങ്കര പാടാണ്. എനിക്ക് കൈ മുറിയോ എന്നുള്ള പേടിയാണ്. അല്ലെങ്കിൽ കൈയൊന്നും മുറിഞ്ഞില്ല. അപ്പോൾ തേങ്ങ അരച്ചില്ലേ കറി വെക്കുന്നത്, അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഞാൻ ഈ രീതിയിൽ ഇപ്പോഴാണ് കുറച്ച് നാളുകൊണ്ടാണ് വെക്കുന്നത്. അമ്മയുടെ കണ്ടു പഠിച്ചതാണ്. പച്ചമണം ഒന്ന് മാറുമ്പം നമ്മൾ അരപ്പെടുത്ത് ഒഴിക്കുക, അരപ്പ് തിളയ്ക്കുമ്പം മീനെടുത്തിടുക, അത്രയേ ഉള്ളൂ. പിന്നീട് പിന്നെ വന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ അകം തൂക്കി ഇടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അന്ന് അകം തൂക്കുകയും വേണമായിരുന്നു, തുടയ്ക്കുകയും വേണമായിരുന്നു. അപ്പോൾ കറി അടപ്പേ വെച്ച് കറി പറ്റി നമ്മളെ കണക്കായ അളവിനായ സമയത്ത് ഞാൻ പിന്നെ വാങ്ങിയൊക്കെ വെച്ച്, എന്നിട്ട് ഇത് അടപ്പേ വെച്ച സമയത്ത് തന്നെ ഞാൻ പോയി പെരയൊക്കെ തൂത്ത് വാരി നല്ല നീറ്റായിട്ട് തുടച്ചൊക്കെ ഇടുകയും ചെയ്ത്. അപ്പോഴത്തേക്ക് കറി വെന്ത് കറി നമ്മൾ ആവശ്യത്തിന് പറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി. ഗ്യാസൊക്കെ കഴുകണമെങ്കിൽ നമ്മൾ കറി തിളച്ച് മാറ്റി വെച്ചെങ്കിലേ ഗ്യാസൊക്കെ കഴുകി വെക്കാൻ പറ്റും. അപ്പോൾ പെരയുടെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് കറി ആവുകയും ചെയ്യും, അടുക്കളയിലോട്ട് വരുമ്പം അടുക്കള വൃത്തിയാക്കിയിട്ട് തുടയ്ക്കുകയും ചെയ്യും. അങ്ങനെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് ഇനി ഇങ്ങനെ തന്നെ കിടന്നോളും. പിന്നീട് നമ്മൾ ഇത് ഷോർട്സിനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്കായിട്ട് എടുത്തില്ല. നമ്മൾ ഷോർട്സിന് ഫോൺ ഇങ്ങനെ നേരെ പിടിച്ചിട്ടും വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചരിച്ച് ഫോൺ പിടിച്ചിട്ടും ഇല്ലേ, അപ്പോൾ ഞാൻ എടുത്തില്ലായിരുന്നു തോന്നുന്നു, ഫോണിൽ കാണുന്നില്ല. അപ്പം ഞാൻ ഷോർട്സിൻ്റെ ഭാഗങ്ങളാണ് ഇതിലോട്ട് ഒന്നാക്കിയത്. കാരണം കുറച്ച് ദിവസം ആയതുകൊണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കണം. അന്ന് തന്നെ ഇടാമെന്നും പറഞ്ഞിട്ട് ഷോർട്സ് ഇട്ട് അന്ന് തന്നെ ഇത് ഇടാമെന്നും പറഞ്ഞാൽ ഞാൻ ഇരുന്നത്, പക്ഷെ പറ്റിയില്ല. അപ്പം മീൻകറി, തോരൻ, മോര്, ഇത്രയായിരുന്നു നമുക്കന്ന് ഉണ്ടായിരുന്നത്. ചോറും ഇത്രയും കറികളായിരുന്നു. പിന്നെ വൈകുന്നേരം മോളൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെടികളുടെ നോട്ടവും കാര്യങ്ങളൊക്കെയാണ് മോള് ചേച്ചി പഠിപ്പിക്കും, അവർ അങ്ങനെ അങ്ങ് പോകും. ഞാൻ പിന്നെ ചെടി നമ്മളെ പിറ്റേന്നത്തേക്ക് രാവിലെ എന്തൊക്കെയാണ് വേണ്ട അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. അതൊക്കെയാണ് വൈകിട്ടത്തെ എൻ്റെ പരിപാടികൾ. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു അന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.